കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട വിജയത്തിനും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി കാലത്ത് ശുശ്രൂഷയ്ക്കായി ദൈവസംരക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിത ദാസൻ പാസ്റ്റർ പി എം ബാബച്ചൻ അവരുടെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ദൈവസഭയുടെ വന്ദനം അറിയിക്കുന്നു. കർത്തൃദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും കർത്തൃദാസനെ അറിയാത്ത ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തുള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസൻ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ ജനറൽ ട്രഷററായും അപ്പോൾ തന്നെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. സ്വതം കർത്തൃവേലയോട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളെല്ലാം തമിഴ്നാട് ഭാഗങ്ങളിലായതുകൊണ്ടാണ് കർത്തൃദാസനെ പലപ്പോഴും നമുക്ക് പരിചയപ്പെടാനും ശുശ്രൂഷ അനുഭവിപ്പാനും കഴിയാതിരിക്കുന്നത്. സ്വരം കർത്താവിൻ്റെ ദാസനെ കർത്താവ് അയക്കുന്ന, മാനിക്കുന്ന, നടത്തുന്ന എല്ലാ വഴികളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്വതം എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ സഭാ ശുശ്രൂഷയിൽ ആദ്യകാലങ്ങളിൽ 3.5 വർഷം കർത്താവിൻ്റെ വലിയ ദാസനോട് ചേർന്നാണ് ഞാൻ കോന്നി സഭയിലും നാലാഞ്ചിറ സഭയിലും ഇരുന്നത്. സ്വതം ലഭിച്ച ആ ടീച്ചിങ് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. സ്വതം കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഇന്ന് രാത്രികാലമായിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ നമുക്ക് പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ദിവസമല്ലായിരിക്കാം. കർത്തൃത്വത്തിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് ഈ രാത്രികാലം സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഷിജു പാസ്റ്റർ, പ്രവീൺ പാസ്റ്റർ, ആ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾ, കർത്താവിന് പ്രിയരായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയൊക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്തതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആഹാരം പാകം ചെയ്യുന്നത് കുക്കിംഗ് ഗ്യാസ് കൊണ്ടാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു പഴയ കാലമുണ്ടായിരുന്നു. നമ്മുടെ വീട്ടമ്മമാർ വിറകടുപ്പിൽ തീ കത്തിച്ച് ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അമ്മമാരോട് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിലുള്ള അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, എത്ര നല്ല ഉണങ്ങിയ വിറകാണെങ്കിലും ഒന്ന് തന്നെ ആ അടുപ്പിൽ വെച്ചാൽ അല്പമൊന്ന് കത്തി ചാരം പിടിച്ചവിടെ ഇരിക്കും. എന്നാൽ 2 ഉണങ്ങിയ കൊള്ളി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ 2 നന്നായി കത്തും. അത് മാത്രവുമല്ല, അതിൻ്റെ ഇടയ്ക്ക് നല്ലോണം ഉണങ്ങാത്ത ഒരു കമ്പൂട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ അതും ഈ ചൂട് കൊണ്ടങ്ങ് കത്തും. അതുകൊണ്ട് നമ്മളിനി 21 ദിവസം കർത്താവ് അനുവദിച്ചാൽ പകലും രാത്രി എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇവിടെ ആയിരിക്കാൻ പോകുകയാണ്. അതിൻ്റെ ലൂക്കോസ് സുവിശേഷം 15:28 വാക്യം. ആമീൻ, സ്തോത്രം. ആ സന്തോഷം ഭവനത്തിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഈ ജ്യേഷ്ഠൻ വയലിലായിരുന്നവൻ കോപിച്ച് അകത്തു കടപ്പാൻ മനസ്സില്ലാതെ അവൻ പുറത്ത് നിൽപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സഭയായിട്ടാണ് ഇവിടെ ഉപവാസം നടക്കുന്നത്. ഈ ഉപവാസത്തിന് പുറത്ത് ഒരുത്തരുമാകുവാൻ പാടില്ല. ഒരു നേരമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ളവർ വരെ ഉപവസിച്ച് ഇതിനകത്ത് നാം കടന്നു വരേണം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തുള്ള ആനന്ദം അകത്ത് വന്നെങ്കിലേ അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മാറി നിന്നാൽ വിമർശിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടെന്നിരിക്കാം. മാറി നിന്നാൽ പിശാച് വെറുതെ ഇരിക്കത്തില്ല. അവൻ എന്ത് ചെയ്യും? നോക്കിക്കേ, അവനെ കോപിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതിനകത്ത് നാം എല്ലാവരും ആയിരിക്കണം. നമ്മൾ ചിന്തിച്ചു വന്നത്, സ്തോത്രം, കർത്താവിന് പ്രവർത്തിക്കുവാൻ നമ്മുടെ മനസ്സാവശ്യമാണ്. ഇന്ന് രാത്രി എങ്ങനെയാ നമ്മുടെ അനുഭവം, നമ്മുടെ അവസ്ഥ? നമ്മളുടെ ആ മനസ്സിൻ്റെ മേൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനായ കർത്താവാണ്. സ്തോത്രം. നമ്മുടെ അല്പനേരത്തെ വചനധ്യാനത്തിനായി 1 കൊരിന്ത്യരുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം.
മതി 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 മതി. ആ അവരെ അനുഗമിച്ച പാറ, ആ പാറയായിരുന്നു ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം. കൊരിന്ത്യ ലേഖനം അല്ലെങ്കിൽ കൊരിന്ത്യ സഭ തന്നെ അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിതം ആയതാണ്. നമുക്കത് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്കത് വായിപ്പാനായിട്ട് കഴിയും. സ്തോത്രം. ആ അന്നേരം നോക്കിക്കേ, പൗലോസിൻ്റെ ജീവിതത്തിലെ ആ സന്തോഷം നോക്കിയ, തനിക്ക് ലഭിച്ച ദൈവകൃപയാൽ ഒരു സഭ അവിടെ ഉടലെടുപ്പാനിടയായി തീർന്നെങ്കിൽ, നമുക്കറിയാലോ, പാളയ സഭയുടെ പ്രവർത്തനത്താൽ ആട്ടുകാലിൽ ഒരു ദൈവസഭ ഉടലെടുക്കുവാനിടയായി തീർന്നെങ്കിൽ, എല്ലാവരെക്കാട്ടിലും ഒരു പിതൃതുല്യമായ സ്നേഹം ആ ദൈവസഭയോട് നമുക്ക് കാണാതിരിക്കത്തില്ലല്ലോ. പോയി പ്രവർത്തിച്ചോട് ചോദിച്ചാൽ അറിയാം, ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിതമായ സഭയാണ് സ്തോത്രം ഈ കൊരിന്ത്യയിലെ സഭ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ അത് വായിക്കട്ടെ. ഞാനൊന്ന് എടുത്തുന്നുള്ളതേ ഉള്ളൂ. ആ സഭയുടെ സ്ഥാപിതം അവിടെയാ കാണുന്നത്. എന്നാൽ ഈ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്നത് AD 55 അടുപ്പിച്ച കാലഘട്ടത്തിൽ പൗലോസിൻ്റെ മൂന്നാം മിഷനറി യാത്രയിൽ താൻ എഫെസോസിലെത്തുവാനിടയായി തീർന്നു. അവിടെ പാർത്തതിന് അവസാന നാളുകളിലാ സ്തോത്രം കൊരിന്ത്യ സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ തനിക്ക് അറിയുവാനിടയായി തീർന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാ ഈ കൊരിന്ത്യ ലേഖനം എഴുതിയത് എന്ന് നാം അത് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാ ഈ കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. ഇവിടെ നാം വായിച്ച ആ ഭാഗത്ത് നാം കാണുന്നത് സ്തോത്രം അതിൻ്റെ പൗലോസ് അത് എഴുതുവാനുള്ള മുഖാന്തരം അതിൻ്റെ 9 അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 9 അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ആ ആ പൗലോസിന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഏത് വിധേനയും ചിലരെ ദൈവകൃപയിലേക്ക് നടത്തണം. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, സ്തോത്രം, ന്യായപ്രമാണം ഇല്ലാത്തവനെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി എന്ന് വെച്ചാൽ സകലതും വിട്ടുകളഞ്ഞല്ല, അതിൻ്റെ കീഴേ കിടക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിലനിൽക്കുന്നവനാണ്. ദൈവിക ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏതവസ്ഥയിലും ചിലരെ രക്ഷപ്പെടുത്തേണ്ടതിന് നേടേണ്ടതിന് എല്ലാവർക്കും വേണ്ടി അവൻ എല്ലാമായി തീരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് അതിൻ്റെ 21-ാമത്തെ വാക്യം കണ്ടോ പൗലോസ് എന്താ പറയുന്നത്? മേളിൽ അത്രയും പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനല്ല. എന്നുവെച്ചാൽ ദൈവം എനിക്ക് തന്ന പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. സ്തോത്രം. അടുത്തത് അതിന്റെ 22-ാം വാക്യം, ബലഹീനന്മാരെ നേടേണ്ടതിന് ബലഹീനന്മാർക്ക് ഞാൻ ബലഹീനനെ പോലെ ആയി തീരുവാനിടയായി തീർന്നു. അതിന്റെ അടുത്ത വാക്യം, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നല്ലൊരു വചനമാണിത്. ഏത് വിധേനയും
ഞാൻ മൂലം ചിലർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിനുവേണ്ടി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ജീവിതത്തോട് സുവിശേഷം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷം എത്ര വലിയതാണ്. ഒരു വ്യക്തി ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സ്തോത്രം, നമുക്കുള്ള സന്തോഷം എത്ര വലിയതാണ്. ആ ആത്മഭാരം നമ്മുടെ ജീവിതത്തിലുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നോക്കി, ഇവിടെയുള്ള കർത്തൃദാസന്മാർ പല പല ശുശ്രൂഷകൾ ചെയ്യുന്നതെല്ലാം ഏത് വിധേനയും ചിലരെ ദൈവകൃപയിലേക്ക് നടത്തേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷയ്ക്ക് നമ്മൾ എത്രയോ പ്രാർത്ഥിക്കും. ദൈവമേനെ കൊണ്ട് ചെയ്തെടുപ്പാൻ കഴിയാത്ത ശുശ്രൂഷകൾ ഇന്ന കർത്തൃദാസനെ കൊണ്ട്, ദാസിയെ കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ അവരെ നീ ധന്യമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിപ്പാനായി കഴിയും. സ്തോത്രം. എൻ്റെ ഉള്ളിൽ പലപ്പോഴും നന്ദിയാൽ നിറയാറുണ്ട്. നമുക്ക് കല്ലേരി വയക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വനത്തിൻ്റെ നടുവിൽ ഒരു കോളനിയിൽ ഒരു സഭയുണ്ട്. അവിടെ തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഓർത്തഡോക്സിൽ ഞങ്ങൾ ആദ്യം സുവിശേഷം പറയാൻ ചെന്നപ്പം ആ തോമസ് കുട്ടിയുടെ പിതാവ് ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. സ്തോത്രം. ഞങ്ങൾ സന്തോഷത്തോടെ അതൊക്കെ സഹിച്ചു. ആ അപ്പച്ചൻ്റെ മോന് എങ്ങനെയാണെന്ന് അറിയണമോ? ജോലി കഴിഞ്ഞ് മദ്യപിച്ച് ആറ്റിനക്കരയിൽ നിന്ന് ഒരു 6 കടന്ന് വരണം വയക്കര വരാൻ. ആറ്റിനക്കരയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് ഈ ആറ്റിക്കൂടെ ഇറങ്ങി അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇത് ആറ്റിപ്പോകും. ഞാൻ പറഞ്ഞു, കുടിച്ച് ലക്കില്ലാത്തവനായ വരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കൃപയാൽ ആ തോമസ് കുട്ടി ഒരിക്കൽ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ഇന്ന് ആ സഭയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമാ. അദ്ദേഹം മാനസാന്തരപ്പെട്ടതോടുകൂടി അപ്പച്ചനാകെ കൂടി ചേഞ്ചായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പച്ചൻ ഈ ദൈവകൃപയിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, കഷ്ടങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം. അവിടെ നാം ക്ഷീണിക്കുവാനല്ല, എങ്ങനെയെങ്കിലും ചിലരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരു വാഞ്ചയുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ഈ ഉപവാസം കൊണ്ട് അതൊക്കെയാണ് നാം സാധിച്ചെടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പ്രാപിക്കുന്ന ദൈവകൃപ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ, മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവകൃപയിൽ അവരെ വളർത്തുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാൻ അതെല്ലാം മുഖാന്തരമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അതിനപ്പുറത്ത് പറയുന്ന ഒരു കാര്യം നോക്കിക്കാട്ട്. ആമേൻ. സ്തോത്രം. അതിൻ്റെ 24 വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. എല്ലാവരും ഓട്ടമാ. പക്ഷെങ്കിൽ ഒരുവനെ വിരുദ് പ്രാപിക്കത്തുള്ളൂ. നമുക്കറിയാവുന്ന കാര്യം ആത്മാവെന്ന് എടുത്തുണർത്തിക്കുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. പ്രൈസ് ഗോഡ്. നമുക്ക് നമ്മുടെ ഓട്ടം ലക്ഷ്യമില്ലാതെയല്ല, മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെയല്ല. വിരുദ് പ്രാപിക്കത്തക്കവണ്ണം ഏറിയ ലക്ഷ്യബോധത്തോടുകൂടി ഓട്ടമോടി തികപ്പാനാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു. നമുക്കറിയാമല്ലോ, വാടുന്ന കിരീടം പ്രാപിക്കുവാൻ ഒരു പൊതു സദസ്സിൽ നിൽക്കുന്നതിന് മുൻപേ എത്രയോ ദിനരാത്രങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പല ആഹാരങ്ങളും വർജിച്ച്, കാരണം തടി കൂടാൻ പാടില്ലല്ലോ, നോക്കിക്കേ, ഇതെല്ലാം ചെയ്ത് നാളുകൾ കൊണ്ടുള്ള പ്രയത്നമാണ് ഒരു വാടുന്ന കിരീടം പ്രാപിക്കുവാൻ ആമീൻ അവർ ചെയ്യുന്നതെങ്കിൽ നിലനിൽക്കുന്നതും വാടാത്തതും തേജസ്സിന്റെ കിരീടം പ്രാപിക്കുന്ന നാം എത്ര പാവനമായ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ലോക മനുഷ്യൻ സകലത്തിലും വർജനം ആചരിക്കുന്നുവെങ്കിൽ പ്രമാണം ലഭിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ എത്ര അധികമായി ഇത് ചെയ്യേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എൻ്റെ അടുത്ത വാക്യം പൗലോസ് പറയുന്ന ഒരു വാക്യം, എന്നെ ചിന്തിപ്പിച്ച വാക്യം, അതുകൂടെ വായിച്ച് അവിടെ അങ്ങ് വിട്ടേക്കാം. ആ ആ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവനായിട്ടല്ല, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുകയാ? ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാ. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നൊരു വചനമാ. വെളിപ്പെട്ട് കിട്ടിയ ഞാൻ അതനുസരിപ്പാൻ കടംപെട്ടവനാ. സ്തോത്രം. ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, ആമീൻ, ഒരു വിരൽ ജനത്തിന് നേരെ നീട്ടുമ്പോൾ ബാക്കി 3 വിരലും, ആമീൻ, സ്തോത്രം, ആ പറയുന്ന ആളിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന വചനം, ആ വചനപ്രകാരം ജീവിക്കുവാൻ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. നാം പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുക? എൻ്റെ ശരീരത്തെ, എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് ഞാൻ അടിമയാക്കുകയാ. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നാം തന്നെയാ, നമ്മുടെ ജഡം. സ്തോത്രം. അവന് ഈ ആത്മാവിൻ്റെ പ്രവൃത്തിയൊന്നും നമ്മുടെ ജഡ മനുഷ്യനൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. എങ്കിലും അവനെ ദണ്ഡിപ്പിച്ച് 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 നാം എന്ത് ചെയ്യുന്നു? ദിനംതോറും അവനെ അടിമ ആക്കിക്കൊണ്ടിരിക്കുകയാ. പ്രസംഗിച്ച് വിടുന്ന ഞാൻ പലപ്പോഴും പ്രസംഗിച്ച വചനം മറന്നുപോയാലും ആ പ്രസംഗിച്ച വചനത്തിന് നേരെ എന്നോടൊരു പോര് ശത്രു നടത്തും. സ്തോത്രം. ആ പ്രസംഗിച്ച വചനം ഏറ്റെടുക്കാതിരിപ്പാൻ തക്കവണ്ണം, ഞാൻ പറഞ്ഞത് ഞാനങ്ങ് മറന്നുപോകും. മറക്കാത്തൊരു ശത്രുവുണ്ട്. നമ്മെ അതിൽ വീഴ്ത്തിക്കളയുവാൻ അവൻ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവകൃപയിൽ നാം ശക്തിപ്പെട്ട് ജീവിക്കണം. സ്തോത്രം. ഒരിക്കലേ ഒരു ഭക്തൻ തൻ്റെ ശുശ്രൂഷ ആത്മാവിൻ്റെ ചൂടിൽ പുള്ളി പറഞ്ഞു, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അങ്ങനെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആമീൻ. 91 സങ്കീർത്തനം 11 വാക്യത്തിൽ, ആമീൻ, സ്തോത്രം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവം നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു ദൂതനെങ്കിലും ഒരു ദൈവം അതിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ നാം ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത്, നാം പറയുന്ന ഓരോ ദൈവ ശബ്ദത്തിനും അതിൻ്റെ പ്രാധാന്യതയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞ് അത് നിവർത്തിപ്പാൻ തക്കവണ്ണം, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പൈതലേ നാം ബദ്ധശ്രദ്ധയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ടാ പൗലോസ് പറയുന്നത്, അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അവരാരെന്ന് നോക്കണ്ടേ? അതിന്റെ 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലും പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. ഈ മേഘത്തിന്റെ പ്രത്യേകത എന്ത്? ഒരു കുഞ്ഞാട് ഓരോ ഇസ്രായേലിന്റെ ഭവനത്തിലും അറുക്കപ്പെട്ടപ്പോൾ മിസ്രയീമിൽ നിന്ന് അവരുടെ പുറപ്പാടിന്റെ ദിവസമായി ദൈവം അതിനെ കുറിച്ചു വെച്ചു. അവരിതുവരെ നടന്നു പോകാത്ത വഴിയിൽ കൂടെ ദൈവം അവരെ നടത്തുവാനിടയായി തീർന്നു. അവർ കടന്നു പോകേണ്ട സ്ഥലം മരുഭൂപ്രദേശമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവർ യാത്ര തിരിച്ചതു മുതൽ, ആമീൻ, സ്തോത്രം, അവർക്ക് വഴികാട്ടിയായി ഈ മേഘം അവർക്ക് മുൻപേ നടക്കുവാനിടയായി തീർന്നു. ഇസ്രായേലിന്റെ മരുപ്രയാണത്തില് 40 വർഷം കൊണ്ട് 41 സ്ഥാനത്ത് അവർ കൂടാരമടിച്ച് അവിടെ വസിപ്പാൻ പാളയം ഇറങ്ങുവാനിടയായി തീർന്നു. എപ്പോൾ മേഘം മുന്നോട്ട് പോകുമോ
അപ്പോൾ അവരുടെ കൂടാരത്തിന്റെ കുറ്റികളെല്ലാം ചുറ്റി അവർ യാത്ര പുറപ്പെടും. എപ്പോൾ മേഘം നിൽക്കുമോ അപ്പോൾ അവർ ഈ കുറ്റികളെ നിവർത്ത് പാളയമടിച്ച് സ്തോത്രം അവിടെ വസിപ്പാൻ ഇടയായി തീരും. അപ്പോൾ ഈ മേഘത്തിന്റെ പ്രത്യേകത എന്ത്? അവരെ വഴികാട്ടുന്ന മേഘമായി ഇത് ആയിരിക്കാനിടയായി തീർന്നു. അവർ കടന്നു പോകുന്ന മരുഭൂമി എന്തെന്ന് അവർക്കറിയത്തില്ല. എങ്കിലും അവരെ വീണ്ടെടുത്ത കർത്താവ് വാഗ്ദത്ത കനാനിലേക്ക് അവരെ കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവം, എന്റെ കുഞ്ഞ് സ്തോത്രം ഭയങ്കരമായ ആ മരുയാത്രയില് സൂര്യനിൽ നിന്നുള്ള താപം, ആ താപമേറ്റ് മണലുകൾ പഴുത്ത് അതിൽ നിന്നുള്ള ചൂട് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുതെന്ന് കണ്ട് അവരുടെ മീതെ ദൈവം ഒരു മേഘത്തെ നിർത്തുവാനിടയായി തീർന്നു. നമ്മെക്കാൾ ഉപരി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ നാം അറിയാതിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അവൻ വെറുതെ വിട്ടുകളയല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പെസഹ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ അവൻ നമ്മെ അനാഥരായി വിടുന്നവനല്ല. ഹല്ലേലൂയ. നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമാർന്നത് നൽകി നമ്മെ ജയത്തോട് നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആ ചൂട് അവർക്ക് അനുഭവിക്കാതെ വണ്ണം വലിയൊരു മേഘം അവരുടെ മീതെ നിൽക്കുന്നത് പോലെ അവർ ആ മേഘത്തിന്റെ കീഴിൽ ആ പകൽ മുഴുവനും യാത്ര ചെയ്യുവാനിടയായി തീർന്നു. സൂര്യൻ സദാ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ് 24 മണിക്കൂറും. എന്നാൽ ചില കത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ചില, ഇപ്പൊ നമുക്കറിയാമല്ലോ, തുലാവർഷമല്ലേ, തുലാവർഷം ഉച്ച കഴിയുമ്പോഴത്തേക്ക് സ്തോത്രം സൂര്യൻ എവിടെ പോയെന്ന് അറിയത്തില്ല, ഭയങ്കര ഇരുട്ടും ഒരു വല്ലാത്ത അവസ്ഥ വരും. സൂര്യൻ പ്രകാശിക്കാത്തോണ്ടാണോ? സൂര്യൻ അങ്ങ് പോയോ? ഇല്ല, സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാ. എന്നാൽ നമുക്കും സൂര്യനും മധ്യേ ഒരു കാർമേഘ പടലം വന്നതുകൊണ്ട് ആ സൂര്യൻ എന്നുള്ള ചൂട് മറയ്ക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, ആ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൂടിൽ നിന്ന് ദൈവം വിരിക്കപ്പെട്ട മേഘം അവർക്കൊരു തണലായി ഹല്ലേലൂയ വ്യാപരിപ്പാനിടയായി തീർന്നു. രാത്രിയായപ്പോൾ ഈ മേഘം അവർക്ക് അങ്ങോട്ട് പ്രകാശം കൊടുപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നല്ലോ, രാത്രി വരുമ്പോൾ സകല ദുഷ്ടമൃഗങ്ങളും യാത്ര തുടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇരുട്ടത്ത് നീതിമാനെ എയ്യേണ്ടതിന് ശത്രു സ്തോത്രം ഒരുങ്ങിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പൈതല് അന്ധകാരം നമ്മെ പിടിക്കാതെ വണ്ണം പ്രൈസ് ദി ലോർഡ് ഈ മേഘം നമുക്ക് പ്രകാശമായി ഹല്ലേലൂയ നമ്മുടെ മീതെ ഉള്ളത് കൊണ്ട് ഈ രാത്രിയും കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നാം കണ്ടു, ഈ മേഘം വഴികാട്ടിയ ഈ മേഘം നമുക്ക് തണലും നമുക്ക് സ്തോത്രം പ്രകാശവുമായി നമ്മുടെ മീതെ നിൽക്കുകയാണ്. സ്തോത്രം. അതുമാത്രവുമല്ല, ഈ മേഘം ശത്രുവിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് വേണ്ടി നൽകി തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, വിടുവിക്കപ്പെട്ട ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോകുവാൻ, തിരികെ കൊണ്ടുപോകുവാൻ ഫറവോനും അവന്റെ ശക്തിയുള്ള രഥങ്ങളും കുതിരകളും സർവ്വ സൈന്യവുമായി ഈ ജനത്തിന്റെ പിന്നാലെ വരുവാനിടയായി തീർന്നു. അവന്റെ ആഗ്രഹം നമുക്ക് കാണുവാനായി കഴിയും. 15-ന്റെ 9-ാം വാക്യം.
ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൾ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ഫറവോൻ വെല്ലുവിളിച്ചതിന്റെ മധ്യത്തിൽ ആമേൻ സ്തോത്രം, ഫറവോനും സൈന്യവും ശക്തിയുള്ള കുതിരകളും ആമേൻ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ തൊടാതെ വണ്ണം ആ രാത്രി മുഴുവനും അവരുടെ മുൻപിൽ നടന്ന മേഘം അവരുടെ ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഫറവോൻ അടുക്കാതെ വണ്ണം അവർക്ക് വലിയ ഇരുട്ടും ഇസ്രായേൽ ജനത്തിൽ പ്രകാശവുമായി ഈ മേഘം ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ വരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പൈതലെ, ഒരിക്കൽ ഫറവോൻ ചോദിച്ചതാ, ആമേൻ സ്തോത്രം, ആമേൻ, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ആമേൻ ഫറവോൻ പറഞ്ഞു, ഈ ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി വിടുവാൻ ഞാൻ ദൈവത്തെ അറിയുകയില്ല. അവൻ ആരെന്ന് അവൻ ചോദിച്ചതിന്റെ മധ്യത്തിൽ ആ ആമേൻ 14-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ചെങ്കടൽ കടന്ന് വെള്ളത്തിൽ മുങ്ങുമ്പോൾ അവൻ പറഞ്ഞു, ഇത് സർവശക്തിയുള്ള ദൈവത്തിന്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആരെന്നറിയുവാൻ കഴിയാത്ത ഫറവോന് ദൈവം ആരെന്ന് അറിയുവാൻ കഴിഞ്ഞെങ്കിലും ആ ദൈവത്തിന്റെ രക്ഷ അവൻ അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഈ മേഘത്തിന്റെ അടുത്ത പ്രത്യേകത, ശത്രുവിൽ നിന്നുള്ള സംരക്ഷണം ഈ മേഘം നമുക്ക് തരുന്നതോർത്ത് ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുന്നു. നാം വായിച്ച ആ ഭാഗത്തേക്ക് കടന്നു വരാം. ആമേൻ. നാം വായിച്ചത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴായിരുന്നു. അതാ നമ്മളിപ്പോ ചിന്തിച്ചു വന്നത്. അവർ സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് അവർ ചേർന്നു. സ്തോത്രം. ആരംഭം വളരെ നല്ലതാ. പ്രൈസ് ഗോഡ്. എന്നാൽ കാലങ്ങൾ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് അവിടെ എഴുതിച്ചവരിലും ദൈവം പ്രസാദിച്ചില്ല. ജീസസ്. രക്ഷിക്കപ്പെട്ടവർ, നമ്മുടെ ഭാഷ പറഞ്ഞ സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ ഒരെങ്കിലും ഇട്ടിട്ട് ദൈവാത്മാവ് അവിടെ എഴുതി ചേർത്തു. മിക്കവരിലും എന്ത് ചെയ്തില്ല? ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് രാത്രിയിൽ നാം ദൈവപാദപീഠത്തിലായിരിക്കുന്നല്ലോ. കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമോ? അധികമൊന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ കർത്താവേ, നിനക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഒരു കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവര് ആ പ്രസാദിക്കാതിരിക്കുവാനുള്ള 5 കൂട്ടം കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. ആമേൻ. സ്തോത്രം. നോക്കിക്കേ, അതിൻ്റെ 6-ാമത്തെ വാക്യം. ഒന്നാമത്തെ അവർ ചെയ്ത പാപം 5 വിധ പാപങ്ങളാ. ഒന്ന്, അവരാരായി തീർന്നു? ദുർമോഹികളായി മാറി. മോഹം, ആഗ്രഹമെന്നേ ഉള്ളൂ. ആഗ്രഹമില്ലേ നമ്മുടെ ജീവിതം തന്നെ നിഷ്ഫലമായി പോകും. ആഗ്രഹിക്കണം. ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ ഇന്ന് രാത്രി നാം എല്ലാവരും പ്രതിബന്ധങ്ങളെയെല്ലാം മറന്ന് ആമേൻ സ്തോത്രം ഇവിടെ ആയിരിക്കുന്നത്. നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരുന്നവനാണ്. എന്നാൽ എന്തു വരരുത്? ദുരാഗ്രഹം വരരുത്. നമുക്കത് പലപ്പോഴും അറിയത്തില്ലായിരിക്കാം. എന്തായി ദുരാഗ്രഹം എന്നുള്ളത്? പറയാം. എൻ്റെ ഒരു റിലേഷൻ, ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആ അച്ചായൻ്റെ മൂത്ത മകൻ ശുശ്രൂഷയിലാണ്, സഭ പറയുന്നില്ല. തൻ്റെ അതിനിളയൊരു സിസ്റ്റർ, അതിനിളയൊരു സഹോദരൻ, 3 പേരടങ്ങിയ കുടുംബം. ഇളയാൾ ജോലി, മൂത്താൾ കുടുംബം, അവർ സിസ്റ്റർ കുടുംബം ജോലി. അദ്ദേഹം ഇങ്ങനെ ശുശ്രൂഷയിലായിരുന്നപ്പം മറ്റുള്ളവരെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെല്ലാം കാറുണ്ട്, അതുണ്ട്,
ഞാൻ ശുശ്രൂഷ ഇറക്കിക്കുന്നതുകൊണ്ട് ന്യായമായ കാര്യമാണ്. നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണം, യാത്ര ചെയ്യുവാൻ ഒരു വാഹനം വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണ്. ധരിക്കാൻ വസ്ത്രവും വേണം. ഇത് പ്രാഥമിക ആവശ്യമാണ്. ആ പ്രിയപ്പെട്ടവർ ഏതാ സഹോദരിയും മനസ്സരിഞ്ഞ നല്ല സഹോദരിയാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് ഓൾട്ടോ കാർ എടുത്തു കൊടുത്തു. കുറച്ച് നാൾ അദ്ദേഹം അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് പഴഞ്ചനായി, ഇപ്പം ഔട്ട് ഓഫ് ഫാഷനായി, ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിലൊക്കെ കയറുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നല്ലൊരു കാർ വാങ്ങിച്ചു തരണം. അനിയനും ഈ പെങ്ങളും കൂടെ ചേർന്ന് 5-6 ലക്ഷം രൂപ കൊടുത്ത് നല്ലൊരു സ്വിഫ്റ്റ് കാറ് വാങ്ങിച്ചങ്ങ് കൊടുത്തു. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞാനൊരു സ്വിഫ്റ്റിന് വേണ്ടിയല്ല ആഗ്രഹിച്ചത്, ഞാനൊരു സ്വിഫ്റ്റ് ഡിസയറിന് വേണ്ടി ആഗ്രഹിച്ചത്. അതിനെന്താ പറയുന്നത്? ഇതിനാ ദുരാഗ്രഹം എന്ന് പറയുന്നത്. ഒരു 800 വാങ്ങിക്കുവാൻ കഴിയാത്ത വ്യക്തിക്ക് 5 ലക്ഷത്തിൽ പരം രൂപ കൊടുത്തൊരു പുതിയ സ്വിഫ്റ്റ് കിട്ടിയപ്പോൾ ദൈവമേ അങ്ങക്ക് സ്തോത്രം അർപ്പിക്കേണ്ട വ്യക്തി അദ്ദേഹം പറയുന്നത്, ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, ഇതിനപ്പുറത്ത് ഇതിനേക്കാൾ ഗ്രേഡ് കൂടിയതാ ഞാൻ ആഗ്രഹിച്ചത്. ഇതിനാഗ്രഹമാണോ ദുരാഗ്രഹമാണോ നമ്മളങ്ങ് വിധി എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞത് സ്തോത്രം ഇങ്ങനെ ഉള്ളതിനായി ദുരാഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് എനിക്ക് ആവശ്യമില്ലെങ്കിലും എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന കൊച്ചമ്മ ഉടുത്തതുപോലെ ആ ഒരു ആവശ്യമേ ഇല്ല, എന്നാലും അത് കണ്ടപ്പം ഒരു ദുരാഗ്രഹം അങ്ങ് കയറി. ഇന്നാല് 2 നില വീട് വെച്ചെങ്കിൽ എനിക്ക് അതിനെക്കാട്ടിൽ ഒരു റൂമും കൂടെ കൂടിയുള്ളത് വേണം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, 1 നില മതിയെന്ന് അത് തന്നെങ്കിൽ അതിന് സ്തോത്രം പറ. ഞാൻ പറഞ്ഞത് 2-3 നില വെച്ചോ, അതൊക്കെ ഈ പ്രാപ്തി ഉണ്ടെങ്കിൽ, ഈ ദുരാഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ, സ്തോത്രം, ഈ ദുരാഗ്രഹം പിശാച് കയറ്റിവിടുന്ന ഒരു ആയുധമാണ് എന്നുള്ള കാര്യം നാം അറിയാതിരിക്കരുത്. നമ്മുടെ ആത്മീകത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സ്തോത്രം, ആ സൊസൈറ്റി, ഇതൊക്കെ നമുക്കൊരു ഘടകമാണ്. ഞാൻ പറഞ്ഞതേ, ദുരാഗ്രഹം കയറി ആവശ്യമില്ലാത്ത കടവും വലിച്ചു വെച്ച് പിന്നെ പാഷയെ പ്രാർത്ഥിക്കണേ, ഒത്തിരി കടവ, പാഷക്ക് ജോലി കൊടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് പിന്നെ ഏകാഗ്രമായിരുന്നു പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. പ്രൈസ് ഉള്ളത് കൊണ്ട് അലംഭാവത്തോടെ ജീവിക്ക്. ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായവനാ. ദൈവം തന്നല്ല നമുക്ക് എന്താ പുകഴുവാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ഇസ്രായേൽ മക്കൾ ആരായി മാറി? സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ, മാനസാന്തരപ്പെട്ടവർ, പ്രൈസ് ദി ലോർഡ്, ദുരാഗ്രഹികൾ ആയി മാറുവാൻ ഇടയായി തീർന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ദുരാഗ്രഹം വന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തെ അത് കവർന്നു കളയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആഗ്രഹം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, നല്ല ആഗ്രഹങ്ങൾ വേണം, ആദ്യമേ ഞാൻ പറഞ്ഞു. എന്നാൽ ആകാത്ത ആഗ്രഹങ്ങൾ ഏതെന്ന് കണ്ട് പരിശോധിച്ച് വേണ്ടാത്തതാണെങ്കിൽ അതിനെ മാറ്റി ദൈവകൃപയിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, സംഖ്യാപുസ്തകം 106 സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം. 106-ന്റെ 14-ാം വാക്യം. അവരേറ്റവും മോഹിച്ചു, അവർ ദൈവത്തെ എന്ത് ചെയ്തു? അന്നേരം മരുഭൂമിയിൽ വെച്ച് അവർക്ക് വല്ലാത്ത മോഹങ്ങൾ വരുവാനിടയായിത്തീർന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന് 4 മുതലുള്ള വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ വായിച്ചേക്കാം. നോക്കിക്കേ, ഇതാ ദുരാഗ്രഹം എന്ന് പറയുന്നത്. കർത്താവ് ഈ മരുഭൂമി യാത്രയിൽ സ്വർഗീയ മന്ന അവർക്ക് വേണ്ടി വർഷിപ്പിച്ചു കൊടുത്തു. അത് പൊടിച്ച് അങ്ങോട്ട് അപ്പം പുഴുങ്ങിയാൽ എണ്ണ തേച്ചുണ്ടാക്കിയ ദോശയെ പോലെ രുചികരമായിരുന്ന അപ്പം.
Praise the Lord. അതവരെ ഭക്ഷിച്ചുകൊണ്ട് ആ മരുഭൂമി യാത്രയ്ക്ക് ആവശ്യമാർന്നത് ആ ദൈവം അവർക്ക് വേണ്ടി കൊടുത്തത്. ഈ മരുഭൂമി യാത്രയിൽ 40 വർഷക്കാലം അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ, ചെരുപ്പ് തേഞ്ഞു പോകാതെ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് നടക്കുവാൻ ഈ മന്ന ആവശ്യമായിരുന്നു. അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിച്ചു, ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? ഇതാ ദുരാഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. വായിക്കണ്ട. ഇങ്ങനെ ഇസ്രായേൽ ജനം ദുരാഗ്രഹികൾ ആയി മാറുവാൻ ഇടയായി തീർന്നു. അടുത്ത് അവർ ചെയ്ത പാപം, സ്തോത്രം, അതിലെ പുറപ്പാട് പുസ്തകം വിഗ്രഹ ആരാധന. ഈ കൊരിന്ത്യർ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ വാക്യം, പ്രൈസ് ദി ലോർഡ്, അത് പുറപ്പാട് 32-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ദൈവം പറഞ്ഞു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. അവരിപ്പോൾ പറയുന്നത്, ഞങ്ങളുടെ മുന്നേ നടക്കാൻ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ വേണം. അഹരോൻ പറഞ്ഞു, നിങ്ങളുടെ കാതിലെ പൊന്നും കുണുക്കും ഒക്കെ ഇങ്ങനെ പറിച്ചോണ്ട് പോവാ. 5 പൈസ സ്വത്രാഴ്ച കൊടുക്കാത്തവർ ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഉള്ളതല്ല പറിച്ചങ്ങ് കൊടുത്തു. സ്തോത്രം. അതിന് അഹരോൻ എന്ത് ചെയ്തു? അതിന് എല്ലാം കൂടെ മൂശയിലിട്ട് ഉരുക്കി ഒരു നല്ല കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ജനമെന്തായി തീർന്നു? വിഗ്രഹ ആരാധികളായി. ദൈവത്തെ ആരാധിക്കേണ്ട ജനം ആമീൻ ഈ വിഗ്രഹത്തിന് മുന്നിൽ യാഗമർപ്പിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ഐഡൽ വർഷിപ്പ് എന്നുള്ളത്, വിഗ്രഹ ആരാധന എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ആമേൻ അവർ ചെയ്ത പാപം വിഗ്രഹ ആരാധനയാ. ദൈവവചനത്തിൽ നാം കാണുന്നു, എഫെസ്യർ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അന്നേരം നോക്കിക്കേ, ദ്രവ്യാഗ്രഹം ഒരു ബിംബാരാധനയാണ്. എന്താ ഞാൻ പറഞ്ഞത്? പുതിയ നിയമ ദൈവസഭയിൽ വരുന്ന ഏറ്റവും വലിയൊരു ബിംബാരാധനയാണ് ദ്രവ്യാഗ്രഹം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദ്രവ്യം നമുക്ക് വേണം, എല്ലാത്തിനും വേണം. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്ന് ആകാത്ത വഴികളെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടകരമായ കാര്യമല്ല. ഞാൻ പറഞ്ഞു, ദ്രവ്യം സകലത്തിനും, പണം ഇല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല. ഞാനും പറഞ്ഞു, ദൈവങ്ങളെല്ലാം കൊടുക്കണം കൺവെൻഷൻ നടത്താൻ വേണം. പക്ഷെങ്കിൽ ഈ ദ്രവ്യാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ കയറി വരരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അഭിപ്രായം, ദൈവമക്കൾ കടം വാങ്ങിക്കരുത്. ഉള്ളതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാനായാലും, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വരുമാനമനുസരിച്ച് ഉള്ള സ്കൂളിലും കോളേജിലും നാം വിടണം എന്നുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അല്ലെ ആകാത്ത കടകൾ എടുത്താൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാസ്റ്റർക്ക് പിന്നെ ജോലിയാ. പാസ്റ്ററെ പ്രാർത്ഥിക്കുക, ദൈവസഭ പ്രാർത്ഥിക്കുക, കടം വീട്ടണമേ, കടം വീട്ടണമേ. നമ്മുടെ ഉള്ളതിനെ കൊണ്ട് നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. വേണ്ടാത്ത കടഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ദൈവകൃപയിൽ നിന്ന് അത് നമ്മെ നഷ്ടപ്പെടുത്തുവാൻ ഇടയായി തീരുമെന്നുള്ള കാര്യം ഇന്ന് പകൽ രാത്രികാലം നാം അറിയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളുടെ അവസ്ഥയനുസരിച്ച് നാം ക്രമപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കുഴഞ്ഞു പോകുവാൻ ഇടയായി തീരും. ലോത്തിനെ പോലെ വലഞ്ഞു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതെല്ലാം നാം ക്രമപ്പെടുത്തണം. ഒരിക്കൽ നയമാൻ ശമര്യയിൽ വന്നു എലീശയുടെ അടുക്കൽ. എലീശ പറഞ്ഞു, നീ പോയി യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അവൻ ഇച്ചിരി വിഷയത്തിൽ വന്നെങ്കിലും
നല്ല ബാല്യഭൃത്യന്മാർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഈ പ്രവാചകൻ പറഞ്ഞു, നീ അത് ചെയ്യുമായിരുന്നല്ലോ, ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം, നീ അവിടെ പോയി ഒന്ന് കുളിച്ചാൽ പോരെ. എങ്കിലും അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം പോലെ നിർമ്മലമായി തീരാനിടയായി തീർന്നു. അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വന്നിട്ട്, അരാമീന്ന് വന്നതാ, അവിടുത്തെ സർവ്വ സൈന്യാധിപനാ, ആ രാജോചിതമായ എല്ലാ സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്, സമ്മാനവുമായിട്ട്. സ്തോത്രം. 10 കൂട്ടം വസ്ത്രം, 10 വസ്ത്രമല്ല, അത് നോക്കിക്കേ, ഒരെണ്ണം ഒരാൾക്കെടുപ്പതാ. അത് പിന്നെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ 10 കൂട്ടം വസ്ത്രം, 6000 ശേക്കൽ പൊന്ന്, 10 താലന്ത് വെള്ളി, ഇങ്ങനെ അങ്ങോട്ട് വന്നത്. സൗഖ്യമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് സ്തോത്രം എലീശയുടെ മുന്നിലോട്ട് കൊണ്ടുവെക്കാൻ തുറന്ന് പറഞ്ഞു, ഇതിൽ ഒന്നുപോലും ഞാൻ എടുക്കത്തില്ല, എനിക്ക് വേണ്ട. അഹങ്കാരം പറഞ്ഞതാണോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. കർത്തൃദാസന്മാരുടെ വീട്ടിൽ, അല്ലെ ആ പ്രവാചകന്റെ വീട്ടിൽ അടുപ്പത്ത് അവിടുത്തെ കൊച്ചമ്മ വെള്ളവും വെച്ചോണ്ടിരിക്കുകയാ. സ്തോത്രം. വിശന്ന് സ്തോത്രം ഒട്ടിയ വയറുമായി കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പക്ഷെങ്കിൽ വഴിയില്ലാതിരിക്കാം, ഇത് ദൈവം തന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞ് എലീശ അത് ഒന്നുപോലും സ്വീകരിച്ചില്ല. അപ്പം തൻ്റെ ഭൃത്യനായ ഗേഹസി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ യജമാനന് ഇത് വേണ്ടെങ്കിലും പ്രായമായി നിൽക്കുന്ന 2-3 പെൺകൊച്ചുകളുടെ വീട്ടിലില്ലയോ, അത് വാങ്ങിച്ച് എനിക്ക് തന്നാൽ അവരുടെ കല്യാണം എത്ര മനോഹരമായി നടക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ചെന്നിരിക്കട്ടെ. എന്തുകൊണ്ടാണ് നയമാൻ അത് വാങ്ങിക്കാൻ, ഈ എലീശ അത് വാങ്ങിക്കാഞ്ഞത്? അദ്ദേഹത്തിന് സുഭിക്ഷമായതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞത്, ഒരു പക്ഷെങ്കിൽ വീട് ശൂന്യമായിരിക്കാം. എന്നാൽ ദൈവവചനം പറയുന്നു, ഒരു കുഷ്ഠരോഗി തൊട്ടത് മുഴുവനും അശുദ്ധമാണ്. പ്രമാണം അതാ കിടക്കുന്നത്. അവൻ കുഷ്ഠരോഗി കുഷ്ഠമാറിയത് ഇപ്പോഴാ. എന്നാൽ കുഷ്ഠത്താൽ അവൻ കൊണ്ടുവന്നത് അശുദ്ധമായതുകൊണ്ട് പ്രമാണം ലഭിച്ച ദൈവഭക്തൻ പട്ടിണിയും കഷ്ടതയും ആണെങ്കിലും അത് വാങ്ങാതെ അവനെ വിട്ടുകളയുവാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ദ്രവ്യം നമുക്ക് വേണമെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ആകാത്തതൊന്നും നമ്മുടെ പാർപ്പിട സ്ഥാനങ്ങളിൽ വരുവാതെ ഇരിക്കട്ടെ. ഗേഹസി ഉപായം പ്രയോഗിച്ചു. എന്താ? യജമാൻ ഒന്നുപോലും വാങ്ങിക്കാതെ അവരെ വിട്ടുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ദുഃഖത്തോടെ യജമാനൻ കാണാതെ അവൻ എന്ത് ചെയ്തു? നയമാന്റെ പിന്നാലെ ഓടുവാനിടയായി തീർന്നു. കൈകൊട്ടി വിളിച്ചു. എൻ്റെ ഭാഷയിലാണ് പറയുന്നത്, വചനത്തിലൊക്കെ ഇല്ല. തിരിഞ്ഞു നോക്കിയപ്പം പ്രവാചകശീൽ ഓടി വരികയാ. വാഹനമൃഗത്തെ നിർത്തി കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ യജമാനനായ എലീശ എന്നെ അയച്ചിരിക്കുക. പിന്നെ ഇപ്പം 2 ബാല്യക്കാര് പ്രവാചകന്മാരെ 2 പേര് അവിടെ വന്നിരിക്കുന്നു. അവർക്ക് കൊടുക്കാൻ യജമാനരുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് 2 കൂട്ടം വസ്ത്രവും 1 താലന്ത് വെള്ളിയും തരുവാൻ യജമാനൻ പറഞ്ഞയച്ചിരിക്കുക. അന്നേരം എത്ര കള്ളം പറഞ്ഞു നോക്കി. സത്യസന്ധമായി വല്ലതും കിട്ടുമോ? ദ്രവ്യാഗ്രഹം കയറിയാൽ ഈ പ്രമാണമെല്ലാം ചോർത്തി കളയുന്ന ഒരു തലമുറയിലാണ് നാം നിൽക്കുന്നത് എന്ന് നാം അറിയാതിരിക്കരുത്. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം സംവിധാനമുണ്ടല്ലോ, മൊബൈൽ ഫോൺ കറക്കി ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലുള്ള പാസ്റ്ററെ ആ മീറ്റിങ്ങിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു. അങ്ങനെയുള്ള സംവിധാനമുണ്ടല്ലോ. ഞങ്ങളെ പോലുള്ള പാവം പിടിച്ച കർത്തൃദാസന്മാർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ലാത്തവരായ സ്തോത്രം ചെയ്ത് പലയിടത്തും ബിരുദന്മാരുണ്ട് പറയുന്ന മൊബൈലിനകത്ത് SMS അത് വായിച്ച് ചിരിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള പാവം പിടിച്ച കർത്തൃദാസന്മാർ വിചാരിക്കും, എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരിക്കുന്നു, അവിടെ ചിരിയും ഒക്കെ സന്തോഷമൊക്കെ കാണുന്നു. അതേപോലും അതൊന്നുമല്ല, അവിടെ മൊബൈലിനകത്ത് കളിയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ആത്മീക തലമുറയിലാ ദൈവമക്കളെ നാം ഒക്കെ ആയിരിക്കുന്നത്. സ്തോത്രം. നേരായ വഴിയിൽ പണം സമ്പാദിക്കാനൊക്കത്തില്ല. ദ്രവ്യാഗ്രഹം കയറിയാൽ ഏത് വളഞ്ഞ വഴിയും മനുഷ്യൻ സ്വീകരിക്കും എന്നുള്ളത് നാം അറിയാതിരിക്കരുത്. ഇതിനെല്ലാം കേടുവരുന്ന നമ്മുടെ അകത്തെ ആത്മീക മനുഷ്യനാണ്. കർത്താവിന് വേണ്ടി നിന്നാൽ ആരെയും കർത്താവ് പട്ടിണി കിടത്തത്തില്ല. എന്നാൽ പട്ടിണി കിടന്നാലും
ആകാത്തതൊന്നും നമ്മുടെ കരങ്ങളിൽ വരരുത്. ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യത്തില്ല. ഇതൊക്കെ അറിയാമെന്നാണ് അവരൊക്കെ അടിച്ചു വിടുന്നത്. സ്വത്രം അതുണ്ട് ഇതുണ്ട്, പ്രൊജക്റ്റുകൾ കൊടുത്തെങ്കിലേ വല്ലതൊക്കെ കിട്ടത്തുള്ളൂ. എന്തിനാ ഇതൊക്കെ ഒത്തിരി? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കോടികൾ സമ്പാദിക്കുന്നവർ ഒരു നിമിഷം കൊണ്ട് ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നു. അവൻ സമ്പാദിച്ചതാർ അനുഭവിക്കും. ദൈവമക്കളെ, ഇസ്രായേൽ ചെയ്ത വലിയ പാപമാണ് ബിംബാരാധന. പുതിയ നിയമവിശ്വാസികളുടെ ഒരു ബിംബമാ ദ്രവ്യാഗ്രഹം. അവിടെ അതുകൊണ്ട് എപ്പിസോഡ് നേരത്തെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആമീൻ സ്തോത്രം, വിഗ്രഹാരാധനയാകുന്ന ദ്രവ്യാഗ്രഹം നാം വിട്ടൊഴിയണം. ദ്രവ്യം വേണം, ഉണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, വേണം. എന്നാൽ ആകാത്ത വഴിയിൽ കൂടി ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവത്തോടും മനുഷ്യരോടും പ്രാഗൽഭ്യമുള്ള ഹൃദയം എപ്പോഴും സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവമക്കളെ ദൈവകരങ്ങളിൽ ഇന്ന് രാത്രികാലം നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അടുത്ത അവർ ചെയ്ത പാപം, പരസംഗം. അവിടെ നാം കാണുന്നത് അങ്ങനെയാ, അവർ പരസംഗം ചെയ്തു എന്നാ കാണുന്നത്. സ്തോത്രം. 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, അവരിൽ ചിലർ പരസംഗം ചെയ്തു. പരസംഗം എന്താണെന്ന് നമുക്ക് സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ആകാത്ത ബന്ധങ്ങൾ, ഇടപെടലുകൾ. ദൈവവചനത്തിൽ അതിനെ പരസംഗം എന്നാ പറയുന്നത്. ആകാത്തതുമായി ബന്ധം കൂടുവാൻ, ചങ്ങാതിത്വം കൂടുവാൻ, സ്തോത്രം, അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ആമീൻ സ്തോത്രം, അവരിൽ ദൈവം പ്രസാദിച്ചില്ല. സമയ ചുരുക്കത്താൽ അടുത്തത് ആമീൻ സ്തോത്രം, ആമീൻ സ്തോത്രം, അവർ ദൈവത്തെ പരീക്ഷിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വന്ന അടുത്ത വലിയ പാപമാണ് ദൈവത്തെ പരീക്ഷിക്കുക എന്നുള്ളത്. നമ്മളാരും പരീക്ഷിക്കാറില്ലല്ലോ. പ്രതിസന്ധി വരുമ്പം നമ്മളൊരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് അതിൻ്റെ ആ വില നാം അറിയുന്നത്. നമ്മൾ നാളുകളായി ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ശത്രു നമ്മുടെ ഉള്ളത്തിൽ പലപ്പോഴും വാദിക്കാറുണ്ട്. എങ്ങനെങ്കിലും നമ്മെ കൊണ്ട് നമ്മുടെ അധരങ്ങളിൽ നിന്ന് പിറുപിറുപ്പിടുവാൻ അവൻ പദ്ധതി ഒരുക്കുമ്പോൾ അത് മുന്നമേ ഗ്രഹിച്ചറിഞ്ഞ് അതിന്മേൽ ജയത്തോട് നിൽക്കുവാനാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവമേ, ഇന്ന വിഷയത്തിന് ഞാൻ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു. എന്തുകൊണ്ട് ആ വിഷയത്തിന് മറുപടിയില്ല? ആ വിഷയത്തിന് മേൽ പിശാച് നമ്മുടെ ഉള്ളത്തോട് മന്ത്രിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തിന് വിരോധമായി പാപം ചെയ്യിക്കുവാൻ അധരങ്ങളിൽ കൂടി അവൻ പെട്ടെന്ന് ഇടപെടുന്നവനാണ്. ഇതൊക്കെ വിവേചിച്ചറിഞ്ഞ് നമ്മുടെ ദൈവത്തോട് നാം എന്ത് ചെയ്യരുത്? പിറുപിറുക്കരുത്. ഇസ്രായേൽ ചെയ്തത്, അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, വെള്ളത്തിന് വേണ്ടി കിടന്ന് ആമീൻ പിറുപിറുത്തു. ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സമയമില്ലാത്തതുകൊണ്ട് അല്ലെ എടുത്ത് വായിപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അങ്ങ് പിന്നെ അവിടെ കടന്നാൽ പോരായിരുന്നു. എന്തെല്ലാമാ പറയുന്നത് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവദർശനം പ്രാപിച്ച ആമേൻ സ്തോത്രം മോശ ഓരോ അനുഭവത്തിലും അവൻ ദൈവമുഖത്തേക്ക് അവൻ നോക്കും. ദൈവം അവനോട് ഇടപെടും. ദൈവം കൽപ്പിക്കുന്നത് പോലെ അവൻ ചെയ്യുമ്പോൾ ആ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അവർ ചോദിക്കുന്നത്, വെള്ളം തന്ന ദൈവത്തിനെ അപ്പം തരാൻ കഴിയുമോ? അപ്പം തന്ന ദൈവത്തിനെ ഇറച്ചി തരാൻ കഴിയുമോ? എന്തെല്ലാം ചോദ്യങ്ങളാ. ദൈവത്തോടെതിരായി അവർ പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ സാരമില്ലാത്ത മന്ന ഞങ്ങൾക്ക് എന്തിനാ? മരുഭൂമിയിൽ ദൈവത്തിന് ഇറച്ചി തരാൻ കഴിയുമോ? ഞങ്ങൾ പണ്ട് തിന്ന ചിറ്റുള്ളിയും വെള്ളുള്ളിയും ചുവന്നുള്ളിയും മത്തങ്ങായും വെള്ളരിക്കായും ഒന്ന് വേണ കൊതി 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 കയറി വരുവാനിടയായി തീർന്നു.
ഇതൊന്നും ഈ മരുഭൂമിയിലില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് പിറുപിറുപ്പാനിടയായി തീർന്നു. ദൈവവചനം പറയുന്നു, നാം ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തിൽ പിറുപിറുപ്പില്ലാതെ നാം ചെയ്യണം. കർത്താവിനെന്ന് ചെയ്യുന്നത് പോലെ ആമേൻ നല്ല മനസ്സോട് ഒരു പിറുപിറുപ്പും കൂടാതെ ചെയ്യുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 2-ന്റെ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ നാം ചെയ്യണം. ഇതിന്റെ പൂർണ്ണ മനസ്സോട് കർത്താവിന് വേണ്ടി എന്ന പോലെ ചെയ്യുവാൻ ദൈവകരങ്ങളിൽ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഇത് നാം വായിക്കുന്നത് ആമേൻ സ്തോത്രം, ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തമായി കർത്താവ് നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുകയാണ്. ഇതിനെ കണ്ടൊഴിഞ്ഞ് ജയത്തോട് നിൽക്കുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരിൽ മിക്ക പേരിലും കർത്താവ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാം ആത്മീകര. സ്തോത്രം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മസ്വഭാവമുള്ളവരായി കർത്താവിന് ആമെ പ്രസാദിപ്പിക്കുന്നവരായി നിലകൊള്ളുവാൻ ദൈവകരങ്ങളിൽ ഇന്ന് രാത്രികാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനെ പ്രസാദിപ്പിച്ച അനേക ഭക്തന്മാരുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് രാത്രി ചിന്തിപ്പാൻ സമയമില്ലല്ലോ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2 പ്രാവശ്യം മറുവമലയിൽ വെച്ചും സ്നാനപ്പെട്ടപ്പോഴും അത് പറയുവാനിടയായി തീർന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞത് ചെയ്യുവാൻ ദൈവമക്കളെ തികഞ്ഞ ആത്മീകരായി ആത്മസ്വഭാവമുള്ളവരായി ജഡത്തെ അതിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിൻ്റെ പ്രവൃത്തികളിൽ മുന്നേറുവാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവങ്ങൾ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകും. ഇന്ന് രാത്രി കാലം കിടന്ന് അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ ദാസന ദിവസപ്പെടുവരില്ല. നന്ദിരിക്കും നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം ഉണ്ടാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസത്തിൻ്റെ 3-ാം സെക്ഷൻ ദൈവസ്ഥലായിരിക്കാൻ കർത്താവിൻ്റെ മുൻമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനാധിപത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചല്ലോ. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് തൻ്റെ വിലയേറുബത്തിനെ നമ്മുടെ മധ്യ അയച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ സെക്ഷനിൽ കേട്ട അതേ ദൈവവചനത്തിൻ്റെ ഭാഗം തന്നെ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിച്ചല്ലോ. ഇന്നലെ രാത്രി നാം ഇരുളിനെ കുറിച്ച് കേൾപ്പാനിടയായി. അതേ ഭാഗം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ചല്ലോ. കാർമേഘം മൂടുമ്പോൾ ഹല്ലേലൂയ, ഇരുൾ വ്യാപരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ശത്രുവിൻ്റെ പദ്ധതികൾ നടക്കുന്നത്, അത് ദൈവശക്തി വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ദൈവീയ പ്രകാശത്താൽ വിടുതലുകളുടെ ദൈവപ്രവൃത്തിയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ. പെറുപെറുപ്പ് വിട്ടുകളയണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തന്നെ ദാസർ കൂടെ നമ്മെ ഓർപ്പിച്ചു. ഇന്ന് രാത്രികാലം അതേ ഭാഗം തന്നെ ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ചു. ഇന്ന് പകൽക്കാലം സർവശക്തന്റെ ശക്തിനെ കുറിച്ച് ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു. അതേ ഭാഗം തന്നെ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് സംസാരിച്ചല്ലോ. ആദരങ്ങൾ പലതെങ്കിലും ആത്മാവിൻ്റെ ദൂത് ഒന്നാകിയാൽ ഒരു നിമിഷം നമുക്ക് നമ്മെ എത്ര ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സർവശക്തനായ ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു, അവരെ മരുഭൂമി നടത്തി. ഇതൊക്കെ യാഥാർത്ഥ്യമെങ്കിലും അവർ മിക്ക പേരിലും അവൻ പ്രസാദിച്ചില്ല എന്ന് വചനത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ കാരണം ദൈവാത്മാവ് വരച്ച് കാണിച്ചല്ലോ. അവർ ദുർമോഹികളായി എന്ന്, അവർ പരസംഗം ചെയ്തുവെന്ന്, അവർ വിഗ്രഹാർപ്പണം ചെയ്തു കഴിച്ചു എന്നുള്ളത്, അതിനപ്പുറത്ത് അവർ പരീക്ഷിച്ചു എന്നുള്ളത്, അവർ പിറുപിറുത്തു എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തെ നമ്മെ ഓർപ്പിച്ചല്ലോ. ഒരു നിമിഷം ഉപവാസത്തിന്റെ പ്രാരംഭ നിമിഷം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പറയപ്പെട്ട ഏതെങ്കിലും ആത്മീയ മൂല്യച്യുതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അതിനോട് യാത്ര പറയാൻ
നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആത്മാവിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നാം കേൾക്കുന്നുണ്ടെങ്കിലും ആ വചനം നാം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് പിന്നെയും പരിശുദ്ധ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദുർയാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്, ദൈവത്തെ നാം പരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത്, നാം പിറുവിറുക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ല വിഗ്രഹാർപ്പിതരാണോ എന്നുള്ളത്, ഏതെങ്കിലും തലങ്ങളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ വേണ്ടാത്ത തലങ്ങളിലേക്ക് പിശാച് നമ്മെ വലിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. വചനം സംസാരിപ്പാൻ കർത്തവ്യത്തിനെ കർത്താവ് അധികാരപ്പെടുത്തല്ലോ. കുടുംബമായി കർത്താവ് മാനിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഏർപ്പെട്ടിരുന്ന ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജനറൽ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. തമിഴ്നാട് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ ജാനുവരി മാസം നടക്കുന്ന തമിഴ്നാട് സ്റ്റേറ്റ് കൺവെൻഷനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ദേശത്തെ വേലകൾക്കായി ദൈവദാസന്മാർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസന്നായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും കർത്താവ് ബലപ്പെടുത്തുന്നതിനായി, ഏറിയ സംരക്ഷണം വഹിക്കേണ്ടതിനായി, വരും സെക്ഷനെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി